എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? പരുന്തിൻ്റെ അഹന്ത. പുഴു മണ്ണിലൂടെ ഇഴഞ്ഞു നീങ്ങി. അതാ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പരുന്ത്. അത് താഴത്തിറങ്ങി പുഴുവിൻ്റെ അടുത്തെത്തി. പുഴു പേടിച്ച് ഒരു ഇലയുടെ ഉള്ളിലേക്ക് പതുങ്ങി. അയ്യേ, എനിക്ക് നാണമാവില്ലേ നിന്നെ തിന്നാൻ? ഞാനത്ര മോശക്കാരനല്ല, പരുന്ത് അഹങ്കാരത്തോടെ പറഞ്ഞു. എന്നിട്ടും പുഴു മറുപടിയൊന്നും പറഞ്ഞില്ല. പരുന്ത് തന്നെ ഉപദ്രവിക്കില്ലെന്നുറപ്പായപ്പോൾ പുഴു വീണ്ടും ഇഴഞ്ഞ് നീങ്ങാൻ തുടങ്ങി. അയ്യേ, നിനക്കിങ്ങനെ മണ്ണിലിഴയാനും ചീഞ്ഞത് തിന്നാനുമേ വിധിയുള്ളൂ. എന്നെപ്പോലെ അഭിമാനിയായവർ ആരുണ്ട്? ഇഷ്ടമുള്ളവയെ ചുഴന്നെടുക്കാനും നീലാകാശത്ത് മതി വരുവോളം പറന്നു നടക്കുവാനും എനിക്ക് കഴിയും. നീ വെറും ഒരു പുഴു. പരുന്ത് കളിയാക്കൽ തുടർന്നു. പെട്ടെന്നായിരുന്നു വേടന്റെ അമ്പേറ്റ് പരുന്ത് കുഴഞ്ഞു വീണത്. പുഴു ഇഴഞ്ഞ് പരുന്തിനടുത്തെത്തി. സുഹൃത്തേ, പരുന്ത് പരുന്താണ്, പുഴു പുഴുവാണ്. പരുന്തിന് പുഴുവാകാനോ പുഴുവിന് പരുന്താവാനോ കഴിയില്ല. പറക്കുന്നത് കഴിവ് തന്നെ, പക്ഷേ ഇഴയുന്നതത്ര മോശമല്ല കേട്ടോ. കൂട്ടുകാരെ, കഥ നിങ്ങൾക്കിഷ്ടമായോ? പരുന്തിനെ പോലെ നമ്മൾ ഒരിക്കലും അഹങ്കാരിയായി മാറരുത്. പുഴുവിനെ പോലെ എളിമയും വിനയവും ഉള്ളവരായി നാം പെരുമാറണം.